E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. നോർമൽ അവസ്ഥയിൽ തന്നെ കസ്തൂരി ചേച്ചിക്ക് ഇത്തിരി ഭരണം കൂടുതലാണ്. അപ്പം നമ്മളെ നിലക്കീർത്താനുള്ള പവറോടെ കൊടുത്തു വിട്ടാ എന്തുമായിരിക്കും അവസ്ഥ? അവളെ ഭരണം പിന്നെ സഹിക്കാം. ചില സമയത്ത് ആവശ്യമില്ലാത്ത കിന്നാരമുണ്ട്, അതാണ് സഹിക്കാൻ പറ്റുക. അല്ലേ ഏട്ടാ, പക്ഷെ ആ കിന്നാരാണ് ഇവിടെ വേറെ ചിലർക്കൊക്കെ ഇഷ്ടം. നിങ്ങൾ അനാവശ്യം പറയരുത് കേട്ടാ. എടി മുറപ്പെണ്ണാണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് അവളെ അകറ്റി നിർത്താൻ പറ്റുമോ? അകറ്റി നിർത്തണമെന്ന് പറഞ്ഞില്ലല്ലോ, കിന്നരിക്കുന്ന എന്തിനാ? എടി സമപ്രായക്കാരായിട്ട് കളിച്ച് വളർന്നവരല്ലേടി ഞങ്ങള്. അങ്ങനെ വളർന്നു വെച്ചിട്ട് കിന്നരിക്കണമെന്നുണ്ടോ? നീ പോ, എനിക്ക് നിന്റെ അടുത്ത് ഒന്നും പറയില്ല. അല്ലേലും ഞാനിപ്പോ പോവേണ്ടി വരും. അല്ല, ആ മോതിരം വിറ്റ കാശ് എന്ത് ചെയ്തു? അത് പറയാൻ എനിക്ക് സൗകര്യമില്ല. നീ കൊണ്ടുപോയി പോലീസ് കേസ് കൊടു. ഡേയ്, സൗകര്യമില്ലെന്ന് അതെനിക്കും അറിയണം. നയാ പൈസ ഇല്ലാത്ത നീ ആ കാശൊക്കെ എവിടെ കൊണ്ടുപോയി കൊടുത്തത്? എവിടെയാണ് ചെലവാക്കിയത്? അളിയൻ കേട്ടില്ലേ ഞാൻ അവളുടെ അടുത്ത് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞത്? അപ്പൊ അളിയന്റെ അടുത്തും പറയാൻ സൗകര്യമില്ലെന്ന് നിങ്ങൾ ഊഹിച്ചോണം. നിങ്ങളൊന്ന് നിർത്തുവോ? അവർ വരുന്ന ഓർത്ത് മനുഷ്യവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്, നിനക്ക് എന്തരായി കസ്തൂരി എടുത്ത് ഇത്ര ചൊറിച്ചില്? എനിക്ക് അവരെ ഇഷ്ടമല്ല. എന്നെ കാണുമ്പോ അവർ കളിയാക്കൽ തുടങ്ങും. ഇളയവരെ കളിയാക്കും, മൂത്തവരെടുത്ത് കിന്നരിക്കും. അതാണ് കസ്തൂരി. എടാ, ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ, എനിക്കും അവരെ കണ്ണെടുത്താ കണ്ടുകൂടാ. നീ പേടിക്കണ്ടടി, കൂടിപ്പോയാൽ 2 ദിവസം. അതിന് മുമ്പ് ഞാൻ അവരെ ഇവിടെ ഓട്ടിക്കും. നീ ഞൊട്ട് സുമേഷ്, നീ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കല്ലേട്ടാ. നിങ്ങളൊക്കെ കസ്തൂരിയെ കുറച്ചുകൂടെ അടുത്തറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അവൾ എന്ത് പാവമാണെന്ന്. കാര്യം ഇത്തിരി ക്രാക്കാണെങ്കിലും എനിക്ക് അവളത് ദേഷ്യമൊന്നുമില്ല. കുറ്റം കുറവില്ലാത്ത ആരാണുള്ളത്? അങ്ങനെ അങ്ങോട്ട് ചോദിക്കളിയാ. ഓ, എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ടെ കാലിന്ന് പെരുത്ത് വരുന്നുണ്ട്. എന്താടി ഭയങ്കൂസേ, എന്റെ കൊച്ചാ, നിനക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ഇരുന്നൂടെ മോളെ? സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ. അതും ശരിയാണല്ലോ. എന്നാ പിന്നെ മക്കളൊരു കാര്യം ചെയ്യും, ഇച്ചിരി നേരം പോയി ഒന്ന് കിടക്ക്. അപ്പൊ നിന്റെ മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥം. അപ്പൊ നീ ഓക്കെ ആവും. ഒന്ന് പോയേ അച്ഛാ. ആ കസ്തൂരി ചേച്ചി വരുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടി മോളെ, നീ വിചാരിക്കുന്ന പോലെ അവളങ്ങനെ പ്രശ്നക്കാരിയൊന്നും അല്ലെന്നേ. അച്ഛൻ അങ്ങനല്ലേ പറയുള്ളൂ. മോസ്തുതി പറയാനും അച്ഛന്റെ തള്ളു കേൾക്കാനും ഒക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. നീ ചുമ്മാ ദൈവദോഷം ഒന്നും പറയല്ലേ. അവളങ്ങനെ മോസ്തുതി പറയുന്ന ടൈപ്പൊന്നുമില്ല. പിന്നെ മുഖത്ത് നോക്കി നമുക്ക് സന്തോഷം നിറച്ച ചില കാര്യങ്ങളൊക്കെ പറയും, അല്ലാതെന്ത്? അതിനാണ് മോസ്തുതി എന്ന് പറയുന്നത്. എടി, അവള് പറയുന്നൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ, പിന്നെന്ത്? അച്ഛൻ എന്തോ കാണിക്കുക. അച്ഛൻ നന്നായി സന്തോഷിക്കും. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് സന്തോഷം തന്നെ. സ്നേഹമുള്ള ആൾക്കാർ വരുമ്പോ എനിക്ക് സന്തോഷം തന്നെ. അതാ പറഞ്ഞ സന്തോഷിച്ചോളാൻ. അളിയനെ ആ മോതിരം വിറ്റ കാശ് എന്ത് ചെയ്തായിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട്. അളിയനെ വല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും? പോടാ അവിടുന്ന്. ഞാൻ വിചാരിച്ചു വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ബിസിനസ് തുടങ്ങി എന്ന് പറയാൻ വരുമായിരിക്കും. ചിലപ്പോ അതായിരിക്കും. എനിക്കൊരു ഡൗട്ട്, ചിലപ്പോ അവൻ കാശ് എവിടെയെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടുള്ളതാണെങ്കിലോ? അച്ഛൻ ആ ഡൗട്ട് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അച്ഛാ, പിന്നെ ഈ മഞ്ഞപ്പിത്തം വന്നവർക്ക് എല്ലാം മഞ്ഞായിട്ട് കാണുമെന്നാ പറയുന്നത്. നീ അതെല്ലാം കൂടെ എന്റെ മണ്ടയ്ക്ക് കയറ്റിക്കോ. മനുഷ്യന്റെ ഡൗട്ട് പറയാനും പാടില്ലേ. ആ മോതിരം വിറ്റ് എന്തായാലും ഒരു 10,000 രൂപ കിട്ടുമായിരിക്കും. പിന്നെ സുഖമായിട്ട് കിട്ടും. അച്ഛാ, 10,000 രൂപ വെച്ച് പുറത്തു വരാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എടാ, അത് വൃത്തിയിട്ടവന് അത് എന്റെ അടുത്താണോ ചോദിക്കുന്നത്? സുമേ, എനിക്ക് കിട്ടിയടാ അത് തന്നെ. അങ്ങനെ ഞാൻ ഇന്ന് കൊല്ലും. എന്താടേ അളിയാ, ഈ കസ്തൂരി ഉണ്ടല്ലോ, ആളൊരു കില്ലാടിയാണ് കേട്ടാ. ആണ്? പിന്നെ സത്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. അളിയ ആളെ കളിയാക്കണോ? അല്ലടാ, കാര്യമായിട്ട് പറഞ്ഞു. നീ പറ. അളിയ, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കട്ടർ ഒരു പൈ അടിച്ചോണ്ട് പോയി. എന്നിട്ട് കസ്തൂരി വന്നിട്ട് അവനെ എടുത്തിട്ട് അലക്കി പഞ്ഞിക്കിട്ട്. അന്ന് ഞാൻ അവളുടെ ഫാനായതാണ് അളിയ. എടാ നോക്കടാ, രോമാഞ്ചം. അളിയന്റെ അടുത്ത് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ശിവേട്ടാ, എന്തോടി? നിങ്ങൾ മോതിരം വിറ്റ കാശ് എന്ത് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ ലിൻഡുവിന് ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇത് നീ എങ്ങനെ അറിഞ്ഞത്? ആരെങ്കിലും പറഞ്ഞാണോ ഊഹിച്ചാണോ? ഓ, അപ്പൊ അത് തന്നെ അല്ലേ സംഭവം? ആടാ ലിൻഡു? എന്റെ ചേട്ടാ, ഇങ്ങനെ വഹിച്ച് നടക്കുന്ന ഒരു കൂട്ടുകാരനാ ഇങ്ങനെ. എനിക്ക് മുടക്കുന്ന എത്ര പൈസ ഉണ്ടോ അത് തന്നെ അവനും മുടക്കും. അവന്റെ ഫോണേ ഈ അടുത്ത് കേടായെന്ന് ഇയാൾ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്റെ അളിയ, അവൻ കുറെ കാലമായിട്ട് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുകയാണ്. അവനെ തുറങ്കിലടച്ചിരുന്ന അളിയ, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ തുറങ്കല്ലടച്ചതിനെക്കാട്ടി കഷ്ടമല്ലേ? അയ്യോ, ഞാൻ ഒറ്റ കുത്തം അങ്ങ് തന്നാലല്ലോ. ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ മുതല കണ്ണീര് കണ്ടിട്ടുള്ള കാഴ്ച എല്ലാം കൊണ്ട് കൊടുക്കരുതെന്ന്. എടി, അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഹലോ, ആ കസ്തൂരി എന്തോന്ന് വെച്ചേ?
മതി മതി മതി. ആണെങ്കിലേ ഒരാളെയും വിശ്വാസമില്ല. അത് ശരി, ചേച്ചി വെളിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ ആരെയും വിശ്വാസം ഇല്ലെന്നോ? ഒരു മാറ്റം ഇല്ലല്ലോ. എന്ത് ദൈവമേ ചേട്ടാ, ഇത് ഒരു നടപടിക്ക് പോകൂല കേട്ടാ. ഓ അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തോന്നടി പൈങ്കിളി, ചുമ്മാ ഇരി. കസ്തൂരി വാ, നീ വാ, എട്ടേക്കെടു. ഇത് അതൊരു വന്നാലും മതി. ഇങ്ങനെ വാ. ഞാനും പോട്ടെ. എന്തോടെ ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ വെയിറ്റ് വേണ്ടേ? ഇവിടെ ശിവ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടപ്പോ നിന്റെ താടിക്ക് ഇത്രയും കട്ടിയില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് മാർക്ക്. ഇതൊക്കെ ഭയങ്കര മോശം കേട്ടോ. അത് ഞാനിവിടെ നിൽക്കുമ്പോ എന്ത് മോശമാന്ന്? ശിവന്റെ താടി കയറി പിടിക്കുന്നത് എനിക്കിതൊന്നും ഇഷ്ടമല്ല. അയ്യോ ഈടെ ഇതെന്തോ ഈ പെണ്ണ് വെറും ലോക്കലായി പോയല്ലോ. ലോക്കലോ? ദേ ചേച്ചിന്ന് വിളിച്ചാൽ നോക്കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുതേ. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എന്റെ വായിരിക്കുന്ന വെള്ളം നീ കേക്കും കേട്ടോ. ആഹാ, പിന്നല്ലാതെ എന്റെ ഭർത്താവിന്റെ താടിക്ക് ഞാൻ നിൽക്കുമ്പോ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ദേഷ്യം വരും. ഈ 2021 താടി പിടിക്കുന്ന വലിയ കുറ്റമാന്ന് പറഞ്ഞാൽ ആൾക്കാർ കേട്ട ചിരിക്കും. എന്റെ ചിരിക്കുന്നവർ അങ്ങ് ചിരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ കുറച്ച് പഴഞ്ചനാ. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ എന്തോന്ന് പറയാം, നീ വേണമെങ്കിൽ എന്റെ താടി കുറച്ചു നേരം തടവിക്കോ. ശിവേട്ട, ഞാൻ തടവുന്ന പോലെയാണോ ഇവര് തടവുന്നത്? അല്ല. ഓ എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു കേട്ടാ. എനിക്ക് എന്തോ പറയാനാ, ഭാര്യയായി പോലെ കുറച്ച് കോംപ്ലക്സ് ഒക്കെ കാണുമെന്ന്. നിനക്കിപ്പോ എന്താ കുഴപ്പം? ഞാൻ അവന്റെ താടിയിലൊന്ന് തൊട്ടതാണോ? ഞാൻ ഇനി മുതൽ അവന്റെ താടി തൊടുന്നേ ഇല്ല. നീ വെറുതെ എന്തിനാടി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല, എനിക്കിഷ്ടമല്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ വിട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നല്ലോ. അയ്യോ അതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതല്ലേ. അല്ല ഇന്നെന്തായിരുന്നു കാര്യം? ഇന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് ഫോൺ മേടിച്ചു കൊടുത്തതിന്റെ പ്രശ്നമായിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും. അല്ല ഇവക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ട്. ഉറക്കം. ശിവേട്ടാ, നിങ്ങൾ എന്റെ മോതിരം കട്ടോണ്ട് പോയി വിറ്റൊന്നും കൂടെ പറയാത്ത എന്താ മുറപ്പെണ്ണോട്? ശിവ, നീ ഇതുപോലെ ഈ കക്കലൊന്നും നിർത്തിയില്ലടാ. എടി അത് ഞാൻ തന്നെ ഇവക്ക് മേടിച്ചു കൊടുത്ത മോതിരമാണ്, അല്ലാതെ അന്യന്റെ മുതൽ കെട്ടൊന്നും അല്ല. നീ മേടിച്ചു കൊടുത്ത മോതിരമാണോ? അങ്ങനെയാണെങ്കിൽ 100% അത് കക്കാനും വിൽക്കാനുള്ള അവകാശം നിനക്ക് ഉണ്ട് ശിവ. ഇല്ലേ? എടി കേട്ടാടി വിവരമുള്ളവർ പറയുന്നത്. ഈ കൊച്ചിനെ നിർത്തി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ ശിവ. അയ്യോ ചെയ്യാതെ ശിവ. കേട്ടോ ആ കസ്തൂരി ചേച്ചി വന്നിട്ടുണ്ട്. ദൈവമേ വന്നോ? ആ വരുകയും ചെയ്തു. വന്ന ഉടനെ തന്നെ ബാക്കിയുള്ളവരെ ഊശാക്കുന്ന വർത്താനം തുടങ്ങുകയും ചെയ്തു. ദൈവത്തിനാണ് എന്റെ അടുത്ത് വന്ന് കാണാനാന്ന് വല്ലതും പറഞ്ഞാൽ എന്റെ വായിരിക്കുന്ന മൊത്തം അവർ കേൾക്കും. ആ നീ എന്തോ കാണിക്ക്. എടാ ഇത്രയും നാളും തല പൊക്കായിരുന്ന ശിവേട്ടന് ഭയങ്കര തലക്കനവാടാ. ഇതൊന്നേടെ കാര്യമുണ്ട്. കസ്തൂരി എവിടെ? ആ എന്റെ പോക്കറ്റില്. പറയടി അങ്ങോട്ട്. അവിടെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും കൂടെ ഭയങ്കര സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ വേണമെങ്കിൽ ചെന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്തോ. വെറുതെ എന്നെ ചൊറിയാൻ വന്നേ ഇവിടെ വൻ അടി കിടക്കും. മൂത്താണെന്ന് ഞാൻ നോക്കത്തൊന്നുമില്ല, മരിച്ച് ഇറി പൊട്ടിക്കും. എടാ അങ്ങനെയൊന്നും പെരുമാറില്ലടാ, അമ്മ അറിഞ്ഞാ വിഷമാവൂലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. താൻ പാതി ദൈവം പാതി, എനിക്ക് അത്രേ പറയുള്ളൂ. എടാ സുമേഷ്, നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോടാ. ചേച്ചിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഉത്തമേട്ടാ, ഞാൻ വന്നപ്പോ തന്നെ പറയണമെന്ന് വിചാരിച്ചതാ, ചേട്ടൻ കുറച്ചൊരു സുന്ദരനായിട്ടുണ്ട്. ശരിക്കും സത്യം. നാത്തു ഇവിടെ ഇല്ലാത്ത ഭാഗ്യം. എന്താ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. ഇവളെന്താ ഉത്തമേട്ടാ എന്നെ ശത്രുക്കളെ പോലെ പെരുമാറുന്നേ? അറിയാൻ വയ്യ കേട്ടാ. പൊതുവേ അവള് മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ശത്രുക്കളെ പോലെയാണ് പെരുമാറാറുള്ളത്. ഇപ്പൊ ഉറക്കക്കുറവുണ്ടായിട്ട് കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനാണെങ്കി പോട്ടെ. സുമേഷ്, നീ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ലേ? ഈ ഫുൾ ടൈം ഈ ചാപ്പാടടി തന്നെ. ചേച്ചിക്ക് യാത്രാ ക്ഷീണമൊന്നുമില്ലേ? പോയി തിന്നേരാ വായിക്കുന്ന റെസ്റ്റ് എടുപ്പോ. അല്ലേ എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? എന്തോരം പണി കിടക്കുന്നു ഇവിടെ. വാ ബാങ്കിലേ നമുക്ക് ജോലി ചെയ്യാം. എങ്ങോട്ട് വരാൻ? അടുക്കളയിലേക്ക്. വല്ലതും ഉണ്ടാക്കി വെക്കണ്ടേ? എന്നാലല്ലേ സമയത്തിന് വന്നിട്ട് ഇവനെ ചാമ്പാൻ പറ്റൂ. ചേച്ചി ഞാനിങ്ങനെ ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ചേച്ചിക്കൊന്നും തോന്നരുത്. ഞാൻ ദേഷ്യം നാം വെറും കച്ചറയാ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചും കണ്ടു വേണം ഉപയോഗിക്കാൻ. ശരി കച്ചറ സാറേ. ബാ ബാങ്കിലേ ബാ. അല്ല ഞാൻ വരുന്നില്ലേ, ചേച്ചി പോക്കോ. ഞാൻ വരുന്നില്ലെന്നോ? ലളിതാമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവളെ കൂടെ എന്ത് ജോലി ചെയ്താലും ഇവളെ കൂടെ കൂട്ടണമെന്ന്. പോടി പോ. ചേട്ടാ ഇതെന്തൊരു കഷ്ടമാ. കേറ്. ഞാൻ വന്നോളാം, ഇതങ്ങോട്ട്. അയ്യോ അമ്മ, ഇത് എന്തോന്നത് കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നത്? പൊളിച്ചെടുക്കും എല്ലാം കൂടെ. എവിടെ ഇപ്പൊ അരിയും ഇതൊക്കെ വെച്ചേക്കുന്നത്? അവിടെ എവിടെങ്കിലും ഒക്കെ കാണും. എന്താ നിനക്കൊന്നും അറിയത്തില്ലേ? അരിയല്ലേ, മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. ശരിക്കൊന്ന് നോക്കിയാൽ മതി, കാണും. ഭയങ്കര എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പോലും വിളിച്ച് പറയും. നീ ഒന്ന് പെറ്റാണെങ്കിലും നന്നാവുമെന്നാണല്ലോ വിചാരിച്ചത്. ഒരു കൊച്ചായിട്ട് നിന്റെ സ്വഭാവത്തിന് വല്ല മാറ്റമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നോ? നീ ആ അരി ഉള്ളിയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് താ. ഒറ്റയ്ക്കോ? തമാശയായിരുന്നോ? ചിരി വന്നില്ല. എന്നാ ചിരിക്കുന്ന ഒരു തമാശ നീ പറ. അതിനെനിക്കിപ്പോ സമയമില്ല. കസ്തൂരിയെ വന്നത് ഞാൻ അറിഞ്ഞു. സുഖമായിരിക്കുന്നു മോളെ? സുഖമായിരിക്കുന്നു. അങ്കിള് സുഖമാണോ? ഓ സുഖം. എന്തോ അങ്കിളിന്റെ താടിക്ക് നല്ല കട്ടിയായല്ലോ. ആണല്ലേ? താടിക്കോശൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തുവാ ഇത്? ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചെറുപ്പക്കാരനായിട്ട് വരുവാണല്ലോ. ഓ
എന്ത് ചെയ്യാനാ മോളെ, പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ ചുറുചുറുക്ക് ഇച്ചിരി കൂടി വരുന്നില്ലേ എന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയും എന്താ നീ ഒരു പുറുപുറുപ്പ്? നീ എന്തെന്ന് പുറുപുറത്തെ? ഞാൻ ശ്വാസം എടുത്തതാ. നീ ശ്വാസം എടുക്കുന്ന കുണുകുണാന്നുള്ള ശബ്ദം ഇല്ലാണോ? ആ, ഞാൻ ശ്വാസം എടുക്കുന്ന കുണുകുണാന്നുള്ള ശബ്ദത്തില. അരി വേണോ വേണ്ടേ? അരി വേണം. ആ, എങ്കിൽ മനുഷ്യന് കുറച്ച് സ്വസ്ഥത തരാം. ഓ കൊണ്ണോ മുറ്റ് ചുഗാണടാ. ആണ്ടിക്ക് ചുഗോ. അവന് സുഖമല്ലെങ്കിൽ ഇപ്പൊ ഇവരങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പഴും നീ ശ്വാസം വിട്ടാണോ? അതെ, ശ്വാസം വേണമല്ലോ മനുഷ്യന് ജീവിക്കാൻ. ആ, എന്നും കണ്ടാ മതി ശ്വാസം എടുക്കും. ആ, എന്തുവാ പിള്ളേരെ നിങ്ങൾ ഒരുമാതിരി? അങ്കിള് കാണുന്നില്ലയോ ഇവളൊരു ശത്രുവിനെ പോലല്ലേ എന്റെ അടുത്ത് പെരുമാറുന്നേ? ഞാനിപ്പോ അങ്കിളിന്റെ താടിയെ പിടിച്ച പോലെ ശിവന്റെ താടിയിൽ ഒന്ന് പിടിച്ച് അതിന് ഇവളെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? മോനെ കണ്ണ, മക്കളെ അമ്മയെ കണ്ട് പഠിക്കരുത് കേട്ടോ. ഞാൻ നിർത്തി. ഞാൻ ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. അച്ഛനൊന്ന് ശരിക്ക് ചേച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? എല്ലാം. ഇവിടെ വന്നേ, ഇതിനെ കൂടെ എടുത്തോണ്ട് പോയേ. ആ, എന്റെ കൊച്ച്. എന്തോ അങ്കിളെ ഇത്? നീ അതൊന്നും കാര്യമാക്കണ്ട, അവക്ക് ഇച്ചിരി മുൻകോപം കൂടുതലാ. നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് പെട്ടെന്ന്. ഞാനോ? ആ, പിന്നല്ലാതെ പിന്നെ ഞാൻ ഉണ്ടാക്കണോ? വേഗാവട്ടെ. അല്ല, അയ്യോ ഞാൻ പെട്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എന്തോ ഉണ്ടാക്കാന്? എനിക്കാണെങ്കിൽ മേലാണെങ്കിൽ ജോലി ചെയ്യുന്ന ഇഷ്ടവുമല്ല. പെണ്ണിനെ പിണക്കുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചാലോ? മോളെ പൈങ്കിളി. ഏയ്, നീ ഇത്ര ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് അവൾ നിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കറിയാം. ചേട്ടന് സൗന്ദര്യം കൂടിപ്പോയെന്ന് പറഞ്ഞതോടെ ചേട്ടൻ അങ്ങ് ഫ്ലാറ്റ് ആയല്ലോ. അതിലിത്ര ഫ്ലാറ്റ് ആവാൻ എന്തോന്നിരിക്കണ്ട. എത്രയോ ആൾക്കാർ ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണോ? ചേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരെ ഇനി ഇവിടെ നിർത്തി പൊറിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എടാ, ഞാൻ വീണ്ടും വീണ്ടും നിന്റെ അടുത്ത് പറയാണ്, അമ്മ അറിഞ്ഞാൽ നിന്നെ പെരുവഴിയിലോട്ട് ഇറക്കി വിടും. സ്ട്രീറ്റ് ഡോഗ്സ് നിന്നെ കടിച്ച് കീറും. സ്ട്രീറ്റ് ഡോഗ്സോ? തെരുവ് പട്ടികൾ. പിന്നെ പലരും പലപ്പോഴായിട്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും നടപടിയാവുന്ന കേസല്ല ചേട്ടാ. എന്റെ പേര് ഇവിടെ ഒരുപാട് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനി ആർക്കും പിടിച്ചു കളയാനൊന്നും പറ്റൂല. നിന്റെ പേര് ഇവിടെ ആഴത്തിലോട്ട് ഇറങ്ങിയതേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് ഇറങ്ങുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഇറങ്ങിയത്. അങ്ങോട്ട് ചേട്ടാ, എന്നെ കൊണ്ടിനി പറ്റൂല. എന്ത് പറ്റി മക്കളെ? ചേട്ടാ, അവരുള്ള ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പെട്ടെന്ന് അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. നീ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി കിളി. നീ എന്റെ അടുത്ത് പറ. ചേട്ടൻ ഇവിടെ ഇങ്ങനെ പുളകത്തിനായിട്ട് ഇരിക്കുമല്ലേ? എന്തിന്? അവര് പറഞ്ഞില്ലായിരുന്നോ ചേട്ടന് സൗന്ദര്യം കൂടിപ്പോയെന്ന്? അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറയരുത് കേട്ടാ. ഞാൻ പുളകിനൊന്നുമല്ല. ചേട്ടൻ പുളകിതനാകുവോ ആകാണ്ടിരിക്കുവോ എന്തോ കാണിക്കും. പക്ഷെ അവരെ ഇവിടുന്ന് കെട്ടിക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എന്റെ പൊന്നി, നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. എന്റെ മുമ്പിൽ വെച്ച് ശിവേട്ടനെ എടാ ദേ ഇങ്ങനെ തടവിക്കൊണ്ട് താടിയൊക്കെ അങ്ങ് കട്ടി വെച്ചല്ലോ എന്ന്. അയ്യേ, ഉള്ളതാന്നോടി കിളി. ആടാ, അച്ഛനാണ് സത്യം. വന്ന് കയറുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് പരിപാടികളേ. 2 ആഴ്ച കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? ആടി തടവണത് അത്ര വലിയ കുഴപ്പമാണ്? ആ, ചേട്ടന് കുഴപ്പമില്ലായിരിക്കും. എനിക്ക് ഭയങ്കര കുഴപ്പം തന്നെയാ. അത് മാത്രമല്ല, അടുക്കളയിൽ വെച്ച് എന്നെ എന്തോരം വാരിന്നറിയോ. പോരാത്തതിന് കണ്ണന്റെ അടുക്കൽ ചെന്ന് പറയുവാ, അമ്മേനെ കണ്ട് പഠിക്കല്ലേ മക്കളെന്ന്. എടാ, അത് അവന്റെ കണ്ണന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അവള് പറഞ്ഞായിരിക്കും. ചേട്ടൻ എന്റെ ചേട്ടനാണോ അവരുടെ ചേട്ടനോ? ഞാൻ പറഞ്ഞെന്നേ. നീ വാടി, നമുക്ക് അവരോട് ഓടിച്ചു വിടാനുള്ള പരിപാടി വെക്കാം. ചേട്ടൻ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇരിക്കും. വലിയ സൗന്ദര്യമൊന്നും ഇല്ല. പുളകിതിനായിട്ട് ഇങ്ങനെ ഇരി. ആ അങ്കിളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണ വീട്ടിൽ പോയായിരുന്നേ. ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് അങ്കിളിന്റെ മറ്റേ കഥ ഞാനങ്ങ് പറഞ്ഞു. ആണോ? ഏത് കഥയാണ് ഇവളെ പറഞ്ഞത്? മരത്തിന്റെ മുകളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിച്ച ഒരു കഥ ഉണ്ടായിരുന്നു. ഓ, ആ കഥ. അത് എന്റെ സർവീസിൽ ഏറ്റവും ഹിറ്റായ ഒരു കഥയാണ് കേട്ടാ. എന്നിട്ട് ഒരാളും വിശ്വസിച്ചില്ല അങ്കിളെ. എന്താണ് നിക്കണിക്കുന്നത്? അല്ല, മാവന്റെ സർവീസിലെ ഏറ്റവും ഹിറ്റായ സംഭവം ആരും വിശ്വസിക്കുന്നില്ലോ ഇല്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ചോദിച്ചു. പോടാ അവിടുന്ന്. അതുകൊണ്ടാ ഇവള് പറഞ്ഞതിന്റെ ഡെലിവറി അങ്ങോട്ട് ശരിയാവാത്തോണ്ടായി. അയ്യോ, എന്റെ ഡെലിവറിയുടെ കുഴപ്പമൊന്നുമില്ല. അങ്കിൾ എന്നോട് പറഞ്ഞതിലും അതിലും ഭയങ്കരമായിട്ട് വിശ്വസിപ്പിച്ചിട്ടാ ഞാൻ അവരോട് പറഞ്ഞത്. അതെന്താണ് നീ ഒരുമാതിരി മൊന വെച്ച് വർത്താനം പറയുന്നത്? ഞാൻ പറഞ്ഞ കഥ നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ലേ? അതെന്താ അങ്കിൾ എന്നോട് അങ്ങനെ പറയുന്നത്? അങ്കിള് പറഞ്ഞ ഏതെങ്കിലും ഒരു കഥ ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ? അങ്കിൾ എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന ആളല്ലേ അങ്കിളെ ഞാന്. അതങ്ങനെയാ ചുമ്മാ പറയുന്നതാണ് മാമ. ആ മാമന്റെ എല്ലാ കഥകളും കേട്ട കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പുളുവാണെന്ന്. ഇവള് പിന്നെ മാമനെ സൂചിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നത്. പോടാ പ്രാന്ത ചേർക്ക. അവൾ അങ്ങനെ തന്നെ സൂചിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ശിവ, എനിക്കാരെ സൂചിപ്പിച്ചിട്ടൊന്നും കിട്ടാനൊന്നുമില്ല കേട്ടോ. എന്നാലും നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ഓ ശരി, നീ അത് വിട്. ഞാൻ ഒന്നും പറയുന്നില്ല. എടി, അല്ല എന്നാലും ആ കല്യാണത്തിന് വന്ന ആൾക്കാർ എന്താടി ആ കഥ അങ്ങോട്ട് വിശ്വസിക്കാത്തത്? അങ്കിളിന് വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്തോന്ന്? വേണ്ട, അത് കേട്ട അങ്കിള് തകർന്നു.
ചെറുക്ക നീ കൂടുതൽ ഓവർ ആവല്ലേ. എനിക്ക് ദേഷ്യം വന്നാ എന്റെ സ്വഭാവം മാറുമെന്ന് എനിക്കറിയാലോ. അത് വിട് അങ്കിളെ. ഈ പൈങ്കിളി സുമേഷിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്കിളിനോട് പറയാനുണ്ട്. എന്തോന്ന് കാര്യം? അവരെ നന്നാക്കണ്ടേ അങ്കിളെ നമുക്ക്? ഞാൻ കുറച്ച് പ്ലാൻ ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാ, ഞാൻ അങ്കിളിനോട് പറഞ്ഞു. ഇല്ല, ഇപ്പൊ ഇവിടെ പറ്റത്തില്ല, നമുക്ക് അകത്ത് പോയി പറയാം. അല്ല എന്നാലും ഈ കഥ എന്താ ആൾക്കാർ വിശ്വസിക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അങ്കിൾ ഇപ്പോഴും അവിടെ നിൽക്കുവാണോ? അല്ല ഞാൻ പറഞ്ഞപ്പോ ഹിറ്റായ കഥയാണല്ലോ, അതുകൊണ്ടാ. അതെന്തല്ലേ അങ്കിളെ, ഞാൻ പ്ലാൻ മറന്നു. അതല്ലേ അങ്കിള്, വാ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. നീ പോയി അനുഭവിച്ചോ, നിനക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല. അതൊക്കെ നമുക്ക് ഉത്തമനോട് പറഞ്ഞ് ശരിയാക്കാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതി. ഉത്തമ, പിന്നെ നമ്മുടെ സുമേഷിനെയും പൈങ്കിളിയും നന്നാക്കാനായിട്ട് ഇവളുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ടെന്ന്. ഒരു കാര്യം പറയാനുണ്ടൊന്നും തോന്നരുത്. പൈങ്കിളിയുടെ സുമേഷിന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, എല്ലാവർക്കും നല്ലത് അതാണ്. അതെന്തര ഉത്തമ നീ അങ്ങനെ പറയുന്നത്? ഇവൾ അന്യൊന്നും അല്ലല്ലോ. അല്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തോന്ന് പ്രശ്നം? എന്ന് വെച്ചാ അവര് പിള്ളേരല്ലേ, ഒരളവിൽ കൂടുതൽ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവര് ഓൾറെഡി ഹാപ്പിയോ അല്ല, അതാണ്. അത് ഞാനേട്ടാ, അതൊന്നും കുഴപ്പമില്ല. രണ്ടുപേർക്ക് നല്ല മെഡിറ്റേഷന്റെ കുറവുണ്ട്. മെഡിറ്റേഷൻ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പുരോഗതി ഇല്ലാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാറി മറിയും. അത് കൊള്ളാം കേട്ടാ. അപ്പൊ പിന്നെ മോൾ ആ പദ്ധതിയായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കാം. എങ്ങനെയെങ്കിലും രണ്ടെണ്ണം ഒന്ന് നന്നായി കിട്ടിയാൽ മതി. മോളെ കട്ടയ്ക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടാ. അച്ഛാ, ഈ പൈങ്കിളി ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമായിരിക്കും. കാര്യം അവള് കണ്ണടച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷനിലായിക്കോളും. പക്ഷെ സുമേഷ് കാര്യം നിൽക്കുമെന്ന് തോന്നണില്ല കസ്തൂരി. അയ്യോ, അത് നിൽക്കും. ബലം പ്രയോഗിച്ച് നിർത്താനും എനിക്കറിയാം. ഞാൻ ഒരു സത്യം പറയട്ടെ, അവർ രണ്ടുപേരും കൂടെ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയിലാണ്. അതിന്റെ ഇടയിൽ ഈ വക പരിപാടികളായിട്ടൊക്കെ അങ്ങോട്ട് ചെന്നിരുന്നാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും കസ്തൂരി. കേട്ടോ അങ്കിളെ? നീ ഇത് അറിഞ്ഞിട്ട് നീ അവരെ വിലക്കൊന്നും ഇല്ലേ? ഞാൻ എന്തോന്ന് പറയാന്ന് വെച്ചാ അവരെ കുറ്റം പറയാനും പറ്റൂലല്ലോ. അതെന്തോർത്താനേ പറയുന്നേ? ഈ ഭാഗത്തൊക്കെ വീട്ടിൽ വിടുന്നവരെ അടിച്ചു പൊടിച്ചു വിടുന്നവരെ സർവ്വസാധാരണമാണോ? അങ്ങനെയല്ല, കസ്തൂരിയുടെ ചില പെരുമാറ്റങ്ങൾ അസ്ഥാനത്തായിരുന്നു. അത് അങ്ങനെ ഒരു. അയ്യോ കേട്ടോ അങ്കിളെ, ഞാൻ നീ എന്തോ ഈ പറയുന്നത്? ഇവളെന്തോ തെറ്റ് ചെയ്തിട്ടാ? നിനക്ക് ശിവന്റെ താടി പിടിച്ച് വലിക്കണമെന്നുണ്ടെങ്കിൽ പൈങ്കിളി ഇല്ലാത്തപ്പോ പിടിച്ച് വലിക്കണ്ടേ? അല്ലേ അച്ഛാ? ചേടാ, അവൾ ഇതുവരെ അത് വിട്ടില്ലേ? എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആർക്കെങ്കിലേ അല്ല, ഇപ്പൊ പോയി അലമ്പാക്കണം. മോളെ അപ്പൊ പ്ലാൻ എങ്ങനെ? പ്ലാൻ അങ്കിള് തന്നെ എന്തെങ്കിലും പ്ലാൻ ഇട്ടു. അച്ഛാ, ഇതിപ്പോ എവിടെ പോയി വിളിച്ചോണ്ട് വന്ന്? അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ ഇവന്മാർ ഈ സുമേഷിനെയും പൈങ്കിളിയും നന്നാക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നീ അതുവഴി പോയി, അവൾ അതുവഴി പോയി. ഞാൻ പിന്നെ എന്തോ ഞാനാ ഇടി കിളി. അല്ലെങ്കിൽ അമ്മ വരുന്നിടം വരെ അവരോട് നിന്നോട്ടല്ലേ? അമ്മ വരുന്നിടം വരെ അവരോട് നിന്നോട്ടെന്ന്. എന്തോന്നാണ് ഇത്ര നേരം എന്റെ കൂടെ നിന്നിട്ട് നീ ഇപ്പൊ കാല് മാറിയോ? എടി, ഞാനിങ്ങനെ കൂട്ടിയും കിഴിച്ച് ആലോചിച്ച് നോക്കിയപ്പോഴേ അവരുടെ വായി നേരുന്ന ചൊറിയുന്ന വർത്താനം സഹിക്കാമെങ്കിൽ അവരുണ്ടാക്കുന്ന കിടില ഫുഡ് കഴിച്ച് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാ. എന്തുവാ സുമേ നീ മോനത്തോട് നോക്കിയിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവരെ ഇവിടുന്ന് ഓടിക്കാനുള്ള പ്ലാൻ ചെയ്യുവാണെന്ന്. ഇതായിരുന്നോ നിന്റെ മനസ്സിലിപ്പ്? സുമേ, ഫുഡാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരും. നീയോ? ഫുഡോ? ഒന്ന് പോടി വർക്കൊന്നും എണ്ണിച്ച്. എടാ സത്യവാടാ, ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. ഞാൻ ഉണ്ടാക്കി തരാടാ. എനിക്ക് വിശ്വാസമില്ല. ഇനി അഥവാ നീ ഫുഡ് ഉണ്ടാക്കി തന്നാലും അത് വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കും എനിക്ക് യാതൊരു വിശ്വാസം. എന്നാ ഫുഡിന്റെ കാര്യം നമുക്ക് എങ്ങനെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ തലവേദന നമ്മൾ സഹിക്കേണ്ട കാര്യം ഉണ്ടോടെ ചെറുക്കാം. അതും ശരിയാ. ഞാൻ ഇങ്ങോട്ട് വന്നു കയറുന്നതിന് മുമ്പ് നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കുവാന്നോടി? ഉത്തമൻ ചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരോട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അടിപൊളി. വന്നു ചേട്ടൻ എന്നെക്കാട്ടി കഷ്ടമായിട്ട് വരുവാന്നല്ലേ? നിങ്ങൾ ഇനി എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കിയാലും ലളിതാമ്മ എന്നെ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇനി അഥവാ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമായിരിക്കടാ. ഇന്ന് കേടാൻ ദിവസം നിങ്ങളെ രണ്ടുപേരെ മര്യാദ കുട്ടപ്പന്മാരാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കുട്ടപ്പന്മാര്. അത് നടന്നത് തന്നെ. ഇതാണ് ശരിക്കുള്ള വ്യാമോഹം. പതിറ്റാണ്ടുകായിട്ട് പലരും ശ്രമിച്ചോണ്ടിരിക്കുക എന്നെ ഇവിടെ നന്നാക്കാൻ. അപ്പോഴാണ് ഇന്നലത്തെ മഴയെ കുരുത്ത കസ്തൂരി. എന്റെ പൊന്നു മോനെ ചുമേച്ചേ, നിന്നെക്കാളും വലിയ കൊമ്പന്മാരെ കണ്ടിട്ടേ കസ്തൂരി ഇങ്ങോട്ട് വന്നതേ. ഞാൻ വരച്ച വരെ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ വരെ വന്ന് നിന്നിട്ടുണ്ടെന്നാ. എന്തോന്നാ ഇവിടെ ഇത്ര ബഹളം? സമാധാനം തരൂലേ ഈ വീട്ടില്? സമാധാനം വേണമെങ്കിലേ നീ പോയി താടി പിടിച്ചിട്ട് വാടാ. നിന്റെ പെണ്ണുമ്പിളയ്ക്ക് പേടി ഞാൻ നിന്റെ താടിക്ക് പിടിക്കുമെന്ന്. നീ ഇപ്പോഴും ഈ താടിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണി. എനിക്കൊരു പ്രശ്നമില്ല. ശിവേട്ടൻ എന്തോ കാണിക്കും. നീ എവിടെ പോന്ന്? നീ ഇവിടെ ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് നീ പോയാ മതി. വിട്ടില്ലെങ്കിൽ നീ എന്തോ ചെയ്യുന്നേ? വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ കടിക്കും. മുടിക്ക് ഞാൻ കയറിപ്പിടിക്കും. ഇവിടെ
നോക്കിക്കോ 24 മണിക്കൂർ അതിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടെ കെട്ട് നീ എന്നെ ഞൊട്ടുപടി, നീ എന്നെ ഞൊട്ടും. ഇങ്ങോട്ട് മാറ്. പോടാ, ഇറക്കാറുന്ന്. അന്നേക്കുന്നു